അറിഞ്ഞില്ലേ നിങ്ങൾ? പിണറായി വിജയൻ ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ, കാരണം 2013 ഇതേപോലെ തന്നെ ഇതേ കാര്യങ്ങൾ സംഭവിച്ചതാണ്. അന്ന് ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി ഉയർത്തിയ ഗാർഹിക പീഡന ആരോപണം, അതിൽ മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാറിന് അന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ, ഇന്നത്തെ മുഖ്യമന്ത്രി, നടത്തിയ പ്രതികരണങ്ങൾ, അത് ഒന്ന് നമുക്ക് ഒരിക്കൽ കൂടി ആ ഓർമ്മകൾ ഒന്ന് നോക്കിയെടുക്കാം. അദ്ദേഹം എന്താണ് അന്ന് പറഞ്ഞത് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് കേൾക്കാം. ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? അതിനൊക്കെ നാണം വേണ്ടേ? നാണവും മാനവും ഇല്ലാത്ത കൂട്ടരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനൊക്കെ നാണം വേണ്ടേ? നാണവും മാനവും ഇല്ലാത്ത കൂട്ടരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കഴിവതും നാട്ടിക്കരുത്. അവർ ഭാര്യ പോലീസിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു, 112ലേക്ക് വിളിക്കുന്നു. പക്ഷെ ആ സമയത്ത് പോലും തടഞ്ഞു വയ്ക്കുന്നു, മർദ്ദിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ അങ്ങനെ പോലീസ് ഈ സംഭവം നടന്നിട്ട് 3 ദിവസമായി. അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള നടപടിയും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. തീർച്ചയായിട്ടും അതൊക്കെ പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. എനിക്ക് തമാശ തോന്നുന്നത്, സോളാറിന്റെ പേരിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചു, ഒരു മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തു, അവസാനം എന്തായി? ഒന്നുമില്ലാത്തൊരു കേസിന്. ഇതിനെന്താണ് CPM നിലപാട്? അതാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് കൗതുകമുള്ളത് CPM നിലപാട് എന്താണ്, മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ്? നീ വലിയ ഗുണ്ടല്ലേ, എന്നിട്ട് എന്താ പ്രതികരിക്കാഞ്ഞേ? അനിയ രണ്ടു കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എല്ലാ കാര്യത്തിലും മോറൽ പോലീസിംഗ് ആയിരുന്നു. 2013 നിങ്ങൾ നോക്കിയേ, കരിക്ക് കുടിച്ചെന്നും പറഞ്ഞ് തിരുവഞ്ചൂർ സാറിനെതിരെ, കൊടുക്കുന്നില്ലെതിരെ, എന്റെ ഫാദറിനെതിരെ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇതെന്റെ ഒരു നമ്പറാ. ചെറിയ ബാലിശമായിട്ടുള്ള ആരോപണം. ഞാൻ ഇന്ന് ഓർക്കുന്നു, എന്നെ പറ്റി ദേശാഭിമാനി എഴുതിയ വാർത്തകൾ ഞാനിന്ന് തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ദേശാഭിമാനി നാളെ എഴുതാൻ പോകുന്നത് എനിക്ക് അറിയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയധികം വേട്ടയാടിയിട്ടും അതുമായി ബന്ധപ്പെട്ട് വേറെ ഒന്നും പറയുന്നില്ല. ഇല്ല, ഞാൻ എൻ്റെ ഒരു ഞാൻ ഇപ്പം ഞങ്ങളുടെയൊക്കെ സംസ്കാരം അതാണ്. ഞങ്ങൾ ആരെപ്പറ്റി മോശം പറയാൻ ആഗ്രഹിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെപ്പറ്റി മോശം പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇപ്പം ഞാനൊരാളെ ജഡ്ജ് ചെയ്യാനുമില്ല. അതേസമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവരുടെ നിലപാട് എന്താണ്? കാരണം ഒന്നുമില്ലാത്തടത്ത്, തീയില്ലാത്തടത്ത് പുകയുണ്ടാക്കിയ ആൾക്കാരെ ഇവര്. ഞങ്ങളുടെയൊക്കെ കുടുംബ ജീവിതവും ഞങ്ങളുടെയൊക്കെ ജീവിതം വെച്ച് അതിനു മുമ്പ് 22 വർഷം മുമ്പ് എൻ്റെ ഫാദറിനെയും മദറിനെ പറ്റി ഉണ്ടാക്കിയ കഥ ഞങ്ങളാരും മറന്നിട്ടില്ല. അതുകൊണ്ട് CPM ശൈലി ഞങ്ങൾ പ്രതികരിക്കില്ല, ഞാൻ പ്രതികരിക്കില്ല. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞു. അത് CPM പ്രവർത്തന ശൈലിയാണ്. CPM നിലപാട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു ഈ കാര്യത്തിൽ. അത്ര ഞാൻ പറയും.